ഹരേ കൃഷ്ണ. ബ്രഹ്മഭൂതൻ ധർമ്മദേവൻ ബ്രഹ്മജ്ഞൻ താൻ പ്രജാപതി, വസുക്കളെട്ടും തൽപുത്രർ അവരെ വിവരിക്കുവാൻ. ധരൻ പിന്നെ ധ്രുവൻ സോമനഹസ്സങ്ങനിലാനലർ, പ്രത്യുഷൻ താൻ പ്രഭാസൻ താനേവമെട്ടു വസുക്കളാം. അഷ്ടവസുക്കൾ അവർ ഗണദേവതകളാണ്. ധരൻ, ധ്രുവൻ, സോമൻ, അഹസ്, അനിലൻ, അനലൻ, പ്രത്യുഷൻ, പ്രഭാസൻ എന്നീ 8 പേരാണവർ. പല പുരാണങ്ങളിലും അഷ്ടവസുക്കളുടെ പേര് വിഭിന്നമായി കാണുന്നു. വിഷ്ണു പുരാണത്തിൽ ആപൻ, ധ്രുവൻ, സോമൻ, ധർമ്മൻ, അനിലൻ, അനലൻ, പ്രത്യുഷൻ, പ്രഭാസൻ എന്നും, ഭാഗവതത്തിൽ ദ്രോണർ, പ്രാണൻ, ധ്രുവൻ, അർക്കൻ, അഗ്നി, ദോഷൻ, വസു, വിഭാവസു എന്നും, ഹരിവംശത്തിൽ ആഖൻ, ധരൻ, ധ്രുവൻ, സോമൻ, അനിലൻ, അനലൻ, പ്രത്യുഷൻ, പ്രഭാസൻ എന്നും കാണുന്നു. ഇതിൽ നിന്നും ഓരോരുത്തരും പല പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് കരുതേണ്ടതാണ്. അഷ്ടവസുക്കൾ ഹിന്ദു പുരാണത്തിലെ 8 ദിവ്യശക്തികളാണ്. വിശ്വത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന പ്രകൃതി ദേവതകളാണ്. അഗ്നി, വായു, ജലം, ഭൂമി, പ്രകാശം, ദിശകൾ, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ എന്നിവയുടെ പ്രതീകങ്ങളാണ്. ഇവർ അർദ്ധദേവതകളാണ്. ദേവന്മാരുടെ ശക്തിയുടെ പ്രതീകമാണ്. ദേവശില്പിയായ വിശ്വകർമാവ് അഷ്ടവസുക്കളിലെ പ്രഭാസന്റെ പുത്രനാണ്. ധര ഭൂമിയെയും, അനലൻ അഗ്നിയെയും, അനിലൻ വായുവിനെയും, ആപ ജലം അഥവാ വരുണനെയും, പ്രത്യുഷൻ പ്രകാശത്തെയും, ധ്രുവൻ നക്ഷത്രങ്ങളെയും, സോമ ചന്ദ്രനെയും, പ്രഭാസ തേജസ്സിനെയും പ്രതിനിധാനം ചെയ്തു വരുന്നു. പുരാണപ്രകാരം അഷ്ടവസുക്കൾക്ക് സ്വർഗത്തിൽ പ്രത്യേക ലോകവും, ഇവിടെ അവർ പ്രകൃതിയുമായി ബന്ധപ്പെട്ട തത്വങ്ങളെ നിയന്ത്രിക്കുകയും ദിവ്യയജ്ഞങ്ങൾ നടത്തുകയും ചെയ്യുന്ന തേജസ്സിന്റെ ദേവതകളായി കണക്കാക്കപ്പെടുന്നു. ആപവൻ ആരാണെന്നും അഷ്ടവസുക്കൾക്ക് ലഭിച്ച ശാപം എന്താണെന്നും ഗംഗാദത്തനെ കുറിച്ചുള്ള രഹസ്യവുമെല്ലാം ചോദിച്ച ശന്തനു മഹാരാജാവിനോട് തുടർന്ന് വിവരിച്ചു നൽകുകയാണ് ഇവിടെ ഗംഗാദേവി. രാജാവിന്റെ ചോദ്യം കേട്ട് ഗംഗ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വിവരിച്ചു. രാജാവേ, ആപവൻ എന്ന് പറയുന്നത് വരുണപുത്രനായ വസിഷ്ഠൻ തന്നെയാണ്. അദ്ദേഹം മഹാമേരു പർവ്വതത്തിന്റെ താഴ്വരയിലുള്ള ഒരു ആശ്രമത്തിൽ തപോനിഷ്ഠനായി ജീവിക്കുകയായിരുന്നു. അദ്ദേഹത്തിനു വേണ്ട ഹോമദ്രവ്യങ്ങളും മറ്റും നൽകുവാനായി സർവകാമപ്രദാത്രിയും കാമധേനുപുത്രിയുമായ നന്ദിനിയും ആ ആശ്രമത്തിലുണ്ടായിരുന്നു. ഒരു ദിവസം അഷ്ടവസുക്കൾ ആ വനാന്തരത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അവിടെ നിർഭയം മേഞ്ഞു നടന്ന ആ പശുവിനെ കാണുവാനിടയായി. ദ്യോവ് എന്ന വസുവിന്റെ പത്നിക്ക് ആ പശുവിനെ കണ്ട് കൊതി തോന്നി. അതിൻ്റെ പാൽ കുടിക്കുന്ന മർത്യൻ 10,000 വർഷം യൗവനത്തോടുകൂടി ജീവിച്ചിരിക്കുമെന്ന് കേട്ടപ്പോൾ മർത്യലോകത്തുള്ള തൻ്റെ സഖിയായ ജിതവതി എന്ന രാജപുത്രിക്ക് അവളെ കൊടുക്കണമെന്ന് അവൾക്ക് വലിയ ആഗ്രഹമായി. എങ്ങനെയെങ്കിലും ആ പശുവിനെ തനിക്ക് പിടിച്ചു തരണമെന്ന് സ്വപതിയായ ദ്യോവിനോട് അപേക്ഷിച്ചു. പത്നിയുടെ ഹിതം നിറവേറ്റുവാനായി ദ്യോവ് മറ്റു വസുക്കളുടെ സഹായത്തോടെ നന്ദിനിയെ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. മഹർഷി ആശ്രമത്തിൽ മടങ്ങിയെത്തിയപ്പോൾ പശുവിനെ കണ്ടില്ല. ജ്ഞാനദൃഷ്ടി കൊണ്ട് വസുക്കളാണ് നന്ദിനിയെ അപഹരിച്ചത് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അവരെ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കുവാൻ ഇടവരട്ടെ എന്നു ശപിച്ചു. ശാപവൃത്താന്തമറിഞ്ഞു പരിഭ്രാന്തരായ വസുക്കൾ ഓടിവന്നു മഹർഷിയെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വാക്കൊരിക്കലും നിഷ്ഫലമാകയില്ല. നിങ്ങളെല്ലാം ഭൂമിയിൽ മനുഷ്യരായി ജനിക്കുക തന്നെ വേണം. എന്നാൽ മനുഷ്യദേഹത്തിൽ വളരെ കാലം താമസിക്കേണ്ടതായി വരികയില്ല. പക്ഷേ പശുവിനെ അപഹരിച്ച ദ്യോവ് മാത്രം
മർത്യലോകത്തിൽ വളരെ കാലം താമസിക്കേണ്ടതായി വരും. എങ്കിലും സ്ത്രീയുടെ പ്രേരണയ്ക്ക് വിധേയനായിട്ടാണ് ഈ അധർമ്മം ചെയ്തതെന്നതിനാൽ അയാൾക്കു സ്ത്രീ സംബന്ധം ഉണ്ടാവുകയില്ല. സർവവിദ്യാവിശാരദനും വിശ്വവിശ്രുതനുമായി അയാൾ വളരെ കാലം ഭൂമിയിൽ വാഴും. ഇങ്ങനെ പറഞ്ഞ് വസിഷ്ഠൻ വീണ്ടും തപസ്സിനായി പോയി. ഗംഗ തുടർന്നു, ആ വസുക്കളാണ് അങ്ങയുടെ മരിച്ചുപോയ പുത്രന്മാർ. പശുവിനെ അപഹരിച്ച ദ്യോവാണ് അവശേഷിച്ച ഈ പുത്രൻ. മഹർഷിയുടെ ശാപത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. ഈ പുത്രനെ കൗമാരപ്രായമാകുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് അങ്ങയെ ഏൽപ്പിച്ചു കൊള്ളാം എന്നു പറഞ്ഞ് ഗംഗാദേവി ആ പുത്രനെയും കൊണ്ട് അവിടെ നിന്ന് അന്തർധാനം ചെയ്തു. ശന്തനു രാജാവ് പത്നീവിരഹം കൊണ്ട് ശോകാർത്തനായി രാജധാനിയിലേക്ക് മടങ്ങിപ്പോയി രാജ്യഭരണത്തിൽ വ്യാപൃതനായി വർത്തിച്ചു. ഈ ശന്തനു രാജാവിൽ നിന്നാണ് മഹാഭാരതം കഥ ആരംഭിക്കുന്നത്. ഇന്ദ്രന് തുല്യനും സത്യസന്ധനും മഹാധർമ്മിഷ്ഠനും സർവഗുണ പരിപൂർണനുമായ ശന്തനുവിൻ്റെ ഭരണകാലത്ത് സത്യധർമ്മങ്ങൾ അന്യൂനം വിരാജിച്ചു. ഭൂമി സസ്യസമൃദ്ധമായി, പ്രജകൾ സന്തുഷ്ടരായി, സർവത്ര സമഭാവനയും സർവൈശ്വര്യവും വിളയാടി. അങ്ങനെ നിരവധി വർഷം രാജാധിരാജനായ അദ്ദേഹം സർവ പ്രജകൾക്കും പ്രിയങ്കരനായി രാജ്യം വാണു. അതിനുശേഷം ഒരു ദിവസം അദ്ദേഹം ഗംഗാതീരത്തുകൂടി സഞ്ചരിക്കുമ്പോൾ ഗംഗയിൽ വെള്ളം വളരെ കുറവായി കണ്ടു. അതിനുള്ള കാരണം അന്വേഷിച്ചു നോക്കിയപ്പോൾ തൻ്റെ ദിവ്യാസ്ത്രം കൊണ്ട് ചിറകെട്ടി ഗംഗയെ തടഞ്ഞു നിർത്തി വിഹരിക്കുന്ന അതുല്യ പരാക്രമിയും അതിതേജസ്വിയുമായ ഒരു കുമാരനെ കണ്ടു. രാജാവിനെ കണ്ട കുമാരൻ ഉടനെ അവിടെ അപ്രത്യക്ഷനാവുകയും ചെയ്തു. നിരവധി വർഷങ്ങൾക്കു മുമ്പ് അമ്മയായ ഗംഗാദേവിയോടൊപ്പം അപ്രത്യക്ഷനായ തൻ്റെ പുത്രനെ പറ്റിയോർത്ത് അദ്ദേഹം മകനെ കാണിച്ചു തരുവാനായി ഗംഗാദേവിയോട് തന്നെ പ്രാർത്ഥിച്ചു. ഉടനെ ദിവ്യ വസ്ത്രാലങ്കാര വിഭൂഷിതയായി ഗംഗാദേവി പ്രിയദർശനനായ ആ കുമാരനെയും കൊണ്ട് രാജാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു: രാജാവേ, എന്നിൽ ഭവാനുണ്ടായ 8ാമത്തെ പുത്രനാണിവൻ. ഇത്രയും കാലം കൊണ്ട് സാങ്കോപാംഗമായ വേദാംഗങ്ങളും അസ്ത്രവിദ്യയുമെല്ലാം ഇവൻ അഭ്യസിച്ചിരിക്കുന്നു. വസിഷ്ഠൻ, ശുക്രാചാര്യർ, പരശുരാമൻ എന്നിവർ തങ്ങൾക്കറിയാവുന്ന വിദ്യകളെല്ലാം ഇവനെ പഠിപ്പിച്ചിട്ടുണ്ട്. രാജധർമ്മങ്ങളെല്ലാം അറിഞ്ഞ് വീരന്മാരിലും വില്ലാളികളിലും അഗ്രഗണ്യനായി തീർന്നിട്ടുള്ള ഇവനെ ഏറ്റുവാങ്ങി രാജധാനിയിലേക്ക് മടങ്ങിപ്പോയാലും ഇവനെ കൊണ്ട് അങ്ങയുടെ കീർത്തി ശതഗുണീഭവിക്കും. പ്രിയതമയായ ഗംഗാദേവിയുടെ വാക്കനുസരിച്ച് ശന്തനു രാജാവ് സ്വപുത്രനെയും കൊണ്ട് ഹസ്തിനപുരത്തിലേക്ക് മടങ്ങി. പ്രജകളെല്ലാം രാജകുമാരന്റെ ഗൗരവം നിറഞ്ഞ പ്രകൃതിയാലും സൗശീല്യത്താലും അതീവ ആകൃഷ്ടരും സന്തുഷ്ടരുമായി. രാജാവ് തൻ്റെ ഏകപുത്രനെ യുവരാജാവായി അഭിഷേകം ചെയ്തു. ഗാംഗേയൻ പൗരജനങ്ങളെയും പിതാവിനെയും നീതിയുക്തമായ ഭരണം കൊണ്ട് രഞ്ജിപ്പിച്ചു. ഗംഗാദത്തനെന്നും ദേവവ്രതനെന്നും ഉള്ള പേരുകളിൽ പ്രസിദ്ധനായി തീർന്ന അദ്ദേഹത്തെ രാജ്യഭാരമെല്ലാം ഏൽപ്പിച്ച് ശന്തനു രാജാവ് മൃഗയാദി വിനോദങ്ങളിൽ ഏർപ്പെട്ട് വിശ്രാന്തി സുഖം അനുഭവിച്ചു വന്നു. മഹത്തരമായ ക്ഷാത്രബലത്തിൻ്റെയും ധർമ്മവ്യവസ്ഥയുടെയും കവചമുണ്ടായിരുന്ന കുരുവംശത്തിൻ്റെ ഹസ്തിനപുരം എന്ന രാജധാനിയിലേക്ക് ഭാവി കാലത്തിൻ്റെ ഗതിവിഗതികൾ മാറ്റാൻ എത്തുകയാണ് മത്സ്യഗന്ധി എന്ന സത്യവതി. ഓം നമോ ഭഗവതേ വാസുദേവായ.